അസുരന്മാരെ കൊല്ലാനും ദുഷ്ടന്മാരെ ഇല്ലാണ്ടാക്കാനും എല്ലാം ഇഷ്ടം പോലെ ആയുധങ്ങൾ ഉണ്ടല്ലോ അവിടെ. വിദ്യാഭ്യാസവും മുറി ഇംഗ്ലീഷും അല്ല എനിക്ക് എന്റെ ജീവിതത്തെ നേരിടാനുള്ള ആയുധങ്ങള്. കുറച്ചും കൂടി വിദ്യാഭ്യാസം, കുറച്ച് ഇംഗ്ലീഷ്, അത് രണ്ടും എനിക്ക് കനിഞ്ഞു തന്നിരുന്നെങ്കിൽ എന്റെ ദേവീ, ഞാനും ഒരു കലക്ക് കലക്കിയേനെ. ഈന്റെ പേരിൽ എന്തുമാത്രം പരിഹാസാ ഞാൻ ദിവസവും കേൾക്കുന്നെന്നറിയോ? എല്ലാം അറിയുന്നുണ്ടെന്ന് എനിക്കറിയാം. എന്നാ പിന്നെ ഒന്ന് സഹായിച്ചാൽ എന്താ? ഞാൻ ചോദിക്കാനുള്ളത് ചോദിച്ചു. ഇനി എന്തെങ്കിലും ചെയ്യാനുള്ളൊരു മനസ്സുണ്ടെങ്കിൽ എന്നാന്ന് വെച്ച ചെയ്തതാ. ഓഫീസിൽ നിന്ന് എത്തിയതിനു ശേഷം ഞാൻ ഈവനിംഗ് ക്ലാസ്സിലേക്ക് പോകും. ക്ലാസ്സിലോ? ഈ പ്രായത്തിലോ? പ്രായത്തിൽ എന്തിരിക്കുന്നു? ഇവിടെ 80 വയസ്സ് കഴിഞ്ഞവര് നാട് ഭരിക്കുന്നു. പിന്നെ 4 അക്ഷരം പഠിക്കുന്നതിന് നാണക്കേട്. എങ്ങനെയാലും ഡിഗ്രി എഴുതിയെടുത്താൽ സാലറി ഡബിൾ ആവും സുമേ. അതുകൊണ്ടാ പിള്ളേര് വല്ലതൊക്കെ പറഞ്ഞാലും ഒരു മടിയില്ലാതെ ഞാൻ സ്കൂളിൽ പോകുന്നേ. എവിടെയാ ഈ സ്കൂള്? ഈ റോഡ് വലത്തോട്ട് തിരിഞ്ഞാൽ അടുത്ത വളവിൽ ഇടതുവശത്താ സെന്റ് മേരീസ് സ്കൂൾ. പരിഹാരം ഇത്ര പെട്ടെന്നാ? ദേവി ആള് കൊള്ളാലോ. ഈ പ്രോജക്റ്റ് നമുക്ക് നേടിയെടുക്കണം ബാലു. ഇത് സാധിച്ചാ നമ്മുടെ ടീമിന് പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. ടീം ലീഡർ എന്ന നിലയ്ക്ക് എനിക്കൊരു പ്രൊമോഷൻ ഉറപ്പാ. വിത്തിൻ ദ ഗിവൻ ടൈം നമുക്കിത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയ കമ്പനി കിഡിൽ ആൻഡ് റിവാർഡ്സാ നമ്മുടെ ടീമിന് ഓഫർ ചെയ്യാൻ പോകുന്നത്. I know. We will try our best അപ്പോ. Good morning, sir. Morning, sir. Good morning. As you all know, നമ്മുടെ കമ്പനിയുടെ ഇതുവരെയുള്ള ചരിത്രത്തിലെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള പ്രൊജക്റ്റാണ്. ഫുള്ളി എഫിഷ്യന്റ് ആൻഡ് കംപ്ലീറ്റ്ലി ഡെഡിക്കേറ്റഡ് ആയ ഒരു ടീമിനെയാണ് നമുക്ക് ആവശ്യം. കമ്പനി ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന 100 കോടി രൂപയിൽ മാത്രമല്ല നമ്മുടെ ഫോക്കസ്. ഇത് കമ്പനിയുടെ ഇമേജ് എൻഹാൻസ് ചെയ്യാനുള്ള ഒരു സുവർണ അവസരം കൂടിയാണ്. ഇപ്പോഴത്തെ കണ്ടീഷനിൽ മാൻ പവർ സ്ട്രെങ്തും എക്സ്പീരിയൻസും കണക്കിലെടുത്ത് കമ്പനി പ്രൊജക്ട് ഏൽപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് മിസ്റ്റർ പ്രമോദ് ഭരതൻ ആൻഡ് ടീമിനെയാണ്. Thank you, sir. Thanks a lot. ഫസ്റ്റ് ഫേസിന്റെ ബജറ്റിംഗ് ആൻഡ് എക്സിക്യൂഷൻ പ്ലാനിന്റെ ബ്ലൂ പ്രിന്റ് പ്രിപ്പയർ ചെയ്ത് സബ്മിറ്റ് ചെയ്യാൻ ഞാൻ നിങ്ങൾക്ക് ഒരാഴ്ച സമയം തരും. ഒരാഴ്ചയോ? യെസ് സർ, ഒരാഴ്ച വളരെ കുറവാണ് സർ. ബജറ്റ് പ്രിപ്പറേഷന് മാത്രം ഒരാഴ്ചക്ക് മേലെ വരും. ഒന്ന്, അതൊരു അൺഈവൻ ടെറൈനാണ്. അത് നിരപ്പാക്കാൻ വേണ്ട എക്യുപ്മെന്റ്സ് ആൻഡ് ലേബർ കോസ്റ്റ്, ഫൗണ്ടേഷൻ മെറ്റീരിയൽസ്, കോസ്റ്റിന്റെ മാർക്കറ്റ് സ്റ്റഡി, അറ്റ്ലീസ്റ്റ് ഒരു 10 to 12 days എങ്കിലും കിട്ടിയാൽ വി വിൽ കം അപ്പ് വിത്ത് ദി ബെസ്റ്റ് ഔട്ട്പുട്ട് സർ. 3 days സർ. 3 days? What? How is that possible? ഞങ്ങൾ ഓൾറെഡി ഈ പ്രോജക്റ്റിൽ വളരെ ഡീറ്റെയിൽഡ് ആയ ഒരു ഗ്രൗണ്ട് സ്റ്റഡി നടത്തിയിട്ടുണ്ട്. വി ആർ ഫുള്ളി പ്രിപ്പയർഡ്. അതുകൊണ്ട് ഞങ്ങൾക്ക് അത്രയും സമയം ധാരാളം മതിയാവും സർ. സി മിസ്റ്റർ ബാലഗോപാലൻ എന്റെ സീനിയർ ടീം മെമ്പറാ. ഈ പറഞ്ഞതൊക്കെ ശരിയാണ് സർ. ആൻഡ് ഐ ഹാവ് ഫുൾ കോൺഫിഡൻസ് ഇൻ മൈ ടീം. ഓക്കെ, നിങ്ങൾ അത്രയ്ക്ക് കോൺഫിഡന്റ് ആണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഹാൻഡ് ഓവർ ചെയ്യാം. ഇതിൽ എന്തെങ്കിലും വീഴ്ച വന്നാൽ ബി റെഡി ടു ഫേസ് ദ കോൺസിക്വൻസസ്. പലരുടെയും ജോലി തെറിക്കും. വി ആർ റെഡി ടു ടേക്ക് ദ ചാലഞ്ച് സർ. മിസ്റ്റർ ബാലു, ഐ റിലൈ ഓൺ യുവർ കോൺഫിഡൻസ്. ഓക്കെ, then see you. All the best. താങ്ക് യു സർ. All the best, Balagopal. Thank you, Mr. Pramod. എന്താ ബാലു ഇപ്പൊ ഇവിടെ നടന്നത്? Within 3 days നമ്മൾ പ്രസന്റേഷൻ റെഡിയാക്കുന്നു. നീ എങ്ങനെ ചാടിക്കേറി പറഞ്ഞപ്പോ സപ്പോർട്ട് ചെയ്യല്ലാതെ എനിക്ക് വേറെ ചോയ്സ് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഒരു 3 ദിവസം കൊണ്ടൊന്നും നടക്കില്ല ബാലു. 3 ദിവസം അല്ല അപർണ, 72 മണിക്കൂർ. അങ്ങനെ ചിന്തിച്ചൂടെ? ഈ പ്രോജക്റ്റ് നമുക്ക് എത്ര ഇമ്പോർട്ടന്റ് ആണെന്ന് നീ തന്നെയല്ലേ എന്നോട് പറഞ്ഞത്. ഈ പ്രോജക്റ്റ് നമ്മുടെ കയ്യിലേക്ക് വരാൻ വേറെ ഒരു മാർഗവും ഞാൻ കണ്ടില്ല. അപ്പു, ബട്ട് ഡോണ്ട് വറി, വി വിൽ മേക്ക് ഇറ്റ് ഹാപ്പൻ. എന്താ, എന്നെ വിശ്വാസമില്ലേ? ഉണ്ട്, അത് മാത്രമേ ഉള്ളൂ.
ഒരൊറ്റ വിശ്വാസത്തിലാ ഞാൻ ധൈര്യമായിട്ടിരിക്കുന്നത്. അമ്മ പലപ്പോഴും പറയാറുണ്ട്, ചെന്നെത്താനുള്ള ദൂരം ഓർത്ത് നിന്നാ നമ്മൾ നിന്നടുത്ത് തന്നെ നിൽക്കുകയുള്ളൂന്ന്. ദൂരം എത്രയായാലും അത് താണ്ടാൻ നടന്നു തുടങ്ങുക തന്നെ വേണം. നടക്കും തോറും ദൂരം കുറഞ്ഞോളും. ഒരമ്മപുത്രൻ. അമ്മ എന്റെ ഭഗവത്ഗീതയാണ്. അതിൽ ഓരോ പേജിൽ നിന്നും പലതും പഠിക്കാനുണ്ട്. നൈറ്റ് സ്കൂള് ഞങ്ങൾ കഴിഞ്ഞ വർഷം ആരംഭിച്ചത്. തൽക്കാലം 8, 9, 10 ക്ലാസ്സുകൾ മാത്രമേ ഉള്ളൂ. പുതിയ ബാച്ച് അടുത്ത മാസം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിന് പ്രായപരിധിയൊന്നുമില്ല. സ്റ്റുഡൻസ് കൂടുതലും സീനിയർ സിറ്റിസൺസാ. ഞാനിവിടെ 10ാം ക്ലാസ്സിന്റെ അഡ്മിഷന് വേണ്ടി വന്നതാ. അതിനെന്താ, നൈറ്റ് സ്കൂളിൽ ജോയിൻ ചെയ്യാമല്ലോ. ആഴ്ചയിൽ 5 ദിവസം ക്ലാസ് ഉണ്ടാവും. വൈകുന്നേരം 6:30 മുതൽ 9:30 മണി വരെ ആയിരിക്കും ക്ലാസ്. അയ്യോ സാറേ, ആ സമയം ഒന്ന് മാറ്റി തരുമോ? സമയം മാറ്റിത്തരാനോ? അതെങ്ങനെ പറ്റും? അല്ല, ഇളയ കുട്ടികള് രണ്ടാളും പഠിത്തവും കഴിഞ്ഞ് വീട്ടിലെത്തുന്ന സമയം അത്. മൂത്ത മോനൊരു ജോലിയുണ്ട്. ഓനു ഏതാണ്ട് ഈ സമയത്ത് തന്നെ ഓഫീസിൽ നിന്ന് എത്തുന്ന. പിള്ളേര് പഠിത്തവും ജോലിയെല്ലാം കഴിഞ്ഞ് തളർന്ന് വീട്ടിലെത്തുമ്പോ ഓർക്കൊരു ചായയോ കാപ്പിയോ വെച്ചു കൊടുക്കാനെങ്കിലും ഞാൻ വീട്ടിലുണ്ടാവണ്ടേ സാർ? ആ സമയത്ത് ഞാൻ സ്കൂളിൽ നിന്നും പറഞ്ഞ് ഇറങ്ങിയ. പക്ഷേ ഇതിലിപ്പോ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? നൈറ്റ് ബാച്ച് ആകെ ഒന്നല്ലേ ഉള്ളൂ. അല്ല, എന്നെ പോലുള്ള വീട്ടമ്മമാർക്ക് ആകെപ്പാടെ സ്വന്തമായിട്ട് കിട്ടുന്ന സമയം ഉച്ച തിരിഞ്ഞ് കുറച്ചുള്ള സമയങ്ങളാ. ആ സമയത്ത് വന്ന് പഠിക്കാൻ. സുധാമണി, ഇതൊരു സർക്കാർ വിദ്യാലയമാണ്. ഇവിടെ മുതിർന്നവർക്കുള്ള ക്ലാസ്സുകൾ അതിന്റെ സമയത്തിന് മാത്രമേ നടത്താൻ പറ്റൂ. അങ്ങനെയാണെങ്കിൽ എനിക്ക് സാധാരണ കുട്ടികളെ ക്ലാസ്സിൽ ഒരു അഡ്മിഷൻ തന്നാ മതി. അതിന് പ്രായപരിധി ഉണ്ടല്ലോ. 17 വയസ്സിന് മുകളിൽ പ്രായമുള്ള കുട്ടികളെ റെഗുലർ ക്ലാസ്സിൽ അഡ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്നെ പോലുള്ള വീട്ടമ്മമാർ എങ്ങനെയാ സാർ പഠിക്കാ? മട്ക കുട്ഫി എന്റെ ഫേവറേറ്റ്. അല്ല, ഇതും പൊളിയാ. നീ വാങ്ങിച്ചതല്ലേ, ടേസ്റ്റ് ഇല്ലാണ്ടിരിക്കോ? കൂടുതൽ ഒലിപ്പിക്കാതെ പെട്ടെന്ന് തിന്ന് തീർക്കാൻ നോക്ക്. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയേ. എനിക്ക് വേണ്ട, ഐസ്ക്രീം കഴിക്കാനുള്ള മൂഡിലല്ല ഞാൻ. ഇങ്ങനെ കുന്തം വിഴുങ്ങിയ പോലെ നിൽക്കാതെ പെട്ടെന്ന് കഴിച്ചിട്ട് വരാൻ നോക്ക്. എനിക്കൊരു 5000 രൂപയുടെ ഇടപാടുണ്ട്. 5000 രൂപയുടെ ഇടപാടോ? എന്തിടപാട്? ആ, എന്റെ കാലിന്റെ ഇൻഷുറൻസ് ഇടപാട്. എന്ത്? അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. 5000 രൂപ എങ്ങനെയാലും ഒപ്പിക്കണം, അത്രേ ഉള്ളൂ. എന്തോ ഉടായിപ്പാണല്ലോ. ആ, എവിടെ നോക്കിയാടോ? എന്തേലും പറ്റിയോടി? ഇല്ല. ചേട്ടാ, ഇതുവഴി ആരെങ്കിലും പോകുന്നുണ്ടോ ഇപ്പൊ? അവന്റെ പേഴ്സ് പോക്കറ്റ് അടിച്ചോണ്ട് പോയി. ഇതാണോ നിങ്ങളുടെ പേഴ്സ്? ആ അതെ, ഇത് തന്നെയാ. വളരെ ഉപകാരം. എന്റെ അമ്മ ആശുപത്രിയിലാ. ഈ പണം നഷ്ടപ്പെട്ടു പോയിരുന്നെങ്കിൽ ഞാൻ പെട്ടുപോയേനെ. ഇതാ, ദയവ് ഇത് വാങ്ങണം. വേണ്ട, അത് കയ്യിൽ തന്നെ ഇരിക്കട്ടെ. ഇതൊരു പ്രത്യുപകാരമായിട്ട് കാണണ്ട, എന്റെ ഒരു സന്തോഷത്തിന്. വാങ്ങിച്ചോ? അയ്യോ വേണ്ട. താങ്ക് യു സോ മച്ച്. നീ അതിൽ നിന്നും 5000 രൂപ എടുക്കുന്ന ഞാൻ കരുതിയത്. നീ കരുതും, കാരണം നീ മാർത്താണ്ഡ പിള്ളേരെ മോളെ തന്നെയല്ലേ. ഞാനത്ര മാന്യനാണെന്നൊന്നും അവകാശപ്പെടുന്നില്ല. അത്യാവശ്യം തരികട പരിപാടികളൊക്കെ എന്റെ കയ്യിലുണ്ട്. എന്ന് വെച്ച് നിന്റെ അച്ഛനെ പോലെ ആൾക്കാരുടെ അവസ്ഥ തിരിച്ചറിയാൻ കഴിയാത്ത ൂരനൊന്നും അല്ല ഞാൻ. കല്യാണ ആവശ്യത്തിന് വേണ്ടി ചേട്ടനും അമ്മയും ഓരോ രൂപയും ചെറുക്കൂട്ടി വെക്കുന്നതിന്റെ കഷ്ടപ്പാട് എനിക്കിപ്പോ നന്നായി മനസ്സിലാവുന്നുണ്ട്. ആ കാശെങ്ങാനും മോഷണം പോയാൽ എനിക്കത് ചിന്തിക്കാനേ പറ്റുന്നില്ല. നീ ഇങ്ങനെ വളരെ മെച്ചൂരായി സംസാരിക്കുന്ന കാണുമ്പോ ഒരു പ്രത്യേക രസാ. കുറിച്ച് സെന്റിമെന്റ് ഒക്കെ ഉള്ള നിന്നെയാ എനിക്ക് ഏറ്റവും ഇഷ്ടം. പെണ്ണെ, നിന്ന് പഞ്ചാര അടിച്ച് സമയം കളയാതെ ഞാൻ നിന്നെ കോളേജിന് മുന്നിൽ ഡ്രോപ്പ് ചെയ്യാം.
പോയിട്ടെ, എനിക്ക് വേറെ പണിയുള്ളതാ. ആ, ഞാൻ പറഞ്ഞില്ലേ, ഇച്ചിരി പൈസ ഒപ്പിക്കണം. ഇയാളത് കമിഴ്ന്നിടന്ന് എന്ത് നോക്കുക? 2 വർഷത്തെ കാശ് ഒന്നിച്ചടച്ചതല്ലേ? അതിന്റെ രസീത് പൈപ്പിൽ കൂടി വരുന്നുണ്ടോന്ന് നോക്കുമായിരിക്കും. എന്റെ പൊന്നയ്യപ്പ സ്വാമി, ഈ ടാപ്പിൽ നിന്ന് വെള്ളം നല്ല രീതിയിൽ വന്നാല് എന്റെ കീർത്തനയുടെ അച്ഛൻ മാലയിട്ട് വ്രതം എടുത്ത് ശബരിമലയ്ക്ക് കാൽനടയായി വന്ന് ദർശനം നടത്തിക്കൊള്ളാമേ. ഇത്രയും കാശ് മുടക്കിയതും പോരായിട്ട് നീ എന്നെ മല ചവിട്ടിച്ച് കൊല്ലാൻ നോക്കുകയാണോ? ഇന്ന് ഇതിനകത്തൂടെ വെള്ളം വരുമെന്ന് തോന്നുന്നില്ല. ഉറപ്പായും വരും. പക്ഷേ ഞാൻ പറഞ്ഞ നേർച്ച കൃത്യമായും ചെയ്തില്ലെങ്കിൽ പണി കിട്ടും. നീ പോയി പഠിതോ. എന്തായി? വെയിറ്റിംഗ്. ഉമ്മിണിയെ വരുന്നു. സർവംഗം വീണ്. ഈ വെള്ളപ്രശ്നം പരിഹരിച്ചതേ നമ്മുടെ സുധാമണി ചേച്ചിയാ. കാശ് കൊണ്ടുപോയി കെട്ടിവെച്ച അവിടെ തന്തയാണല്ലോ. കാശ് അടച്ചത് പിള്ള സാറാണെങ്കിലും സുധേച്ചിയെ പേടിച്ചിട്ടല്ലേ ചെയ്തത്? ഓ പിന്നെ സുധേ പേടി. അത് ഈ മാർത്താണ്ഡം പിള്ളക്ക്. പോയി പണി നോക്കിട്ട് വേണ്ട. കീർത്തനയുടെ അച്ഛൻ ദേ ശബരിമലയ്ക്ക് നടന്നു പോണേ. ഞാൻ നേർന്നു പോയി. അതെ, നിന്റെ അപ്പനെ പറഞ്ഞു വിട്ടാ മതി. അയാളെ എഴഞ്ഞങ്ങ് കേറിക്കോളൂ. ഞാനേ ഇത് പളനിമലയ്ക്ക് കൊടുത്തേക്കാം. നേർന്നിരിക്കുന്നതാ കേട്ടോ. കേറി പോടി അവിടുന്ന്. എന്തായാലും നമ്മൾ കുടിവെള്ള പ്രശ്നം പരിഹരിച്ച സുധാമണി ചേച്ചി സൂപ്പറാ. എല്ലാരും കൂടെ എടുത്ത് തലയെ കയറ്റി വെച്ചോ. അവസാനം കഴുത്തൊടിഞ്ഞ് കിടക്കുമ്പോ മനസ്സിലാകും ഇവൾ ആരാണോ. കക്ഷികൾ അഡ്മിഷൻ വേണ്ടത് മകനാണോ മകൾക്കാണോ? അയ്യോ അല്ല മാഡം, എനിക്ക് വേണ്ടിട്ടാപ്പാ. സോറി മാഡം, നിങ്ങൾക്ക് ഈ സ്കൂളിൽ അഡ്മിഷൻ തരാനുള്ള പ്രൊവിഷൻ ഇല്ല. ഏതെങ്കിലും ഒരു നൈറ്റ് സ്കൂളിൽ അഡ്മിഷൻ ട്രൈ ചെയ്തൂടെ? നൈറ്റ് സ്കൂൾ എന്ന് പേരേ ഉള്ളൂ. ക്ലാസ് തുടങ്ങുന്നത് വൈകുന്നേരം. ആ സമയത്ത് എനിക്ക് പറ്റൂല സാർ. നിങ്ങൾക്ക് വേണമെങ്കിൽ കറസ്പോണ്ടൻസ് ചെയ്യാമല്ലോ. വീട്ടിൽ പോസ്റ്റ്മാൻ കൊണ്ടുതരുന്ന സാധനങ്ങൾ വെച്ച് പഠിക്കുന്നത് ഈ മാപ്പ് നോക്കി സ്ഥലങ്ങൾ കാണുന്ന പോലെയല്ലേ. പോയി കാണുന്ന പോലെ ആവൂലല്ലോ സാറേ. ബെസ്റ്റ് വീട്ടിലാകെപ്പാടെ ഒരു ലാപ്ടോപ്പ് ഉണ്ട്. രാവിലെ എന്റെ മൂത്ത മോനത് ഓഫീസിൽ കൊണ്ടുപോകും. വൈകുന്നേരം എന്റെ മോളത് പഠിക്കാനെടുക്കും. അത് കഴിഞ്ഞാ ഹളയോൻ തട്ടുപൊളിപ്പൻ സിനിമകളെല്ലാം കാണുന്ന. അതിനൊരു പൊടി റെസ്റ്റ് പോലും ഇല്ല. ഇനി ഞാനും കൂടി അതെടുത്ത് പെരുമാറാൻ തുടങ്ങിയ അതധികം നാൾ ഓടൂല മാഡം. അങ്ങനെയാണെങ്കിൽ പിന്നെ വേറെ ഓപ്ഷൻ ഇല്ല. ഐ ആം സോറി. വലിയ പഠിപ്പില്ല എന്നുള്ളതുകൊണ്ട് ഇത്രയും വലിയ നഗരത്തിലെ സ്ത്രീകളുടെ അവസ്ഥ ഇതാണെങ്കിൽ കുഗ്രാമത്തിലെ സ്ത്രീകളുടെ അവസ്ഥ പരമദയനീയമായിരിക്കും. ഇല്ലേക്ക? അതെ, അതുകൊണ്ടാണ് വിദ്യാഭ്യാസം പ്രധാനമാണെന്ന് പറയുന്നത്. വിദ്യാഭ്യാസം ഒരാളുടെ മൗലിക അവകാശമാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അതിന് ഉറപ്പ് നൽകുന്നുണ്ട്. അതേതാ പാർട്ടി? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന. അതിലൊരു ഇന്ത്യൻ പൗരന് ഉറപ്പായും വേണ്ട അവകാശങ്ങളുടെ പട്ടികയിൽ വിദ്യാഭ്യാസത്തിന് വേണ്ട സ്വാതന്ത്ര്യം വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് കാര്യ? എന്റെ കാര്യം തന്നെ എടുക്കാം. വല്ല ഗുണമുണ്ടായ എനിക്ക് പഠിത്തം കിട്ടീനാ? സ്കൂളുകാർ അതിനുള്ള ഒരു സൗകര്യവും ചെയ്തു തരൂലെന്ന് ഈ പറഞ്ഞ എന്നേനു കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അതന്നെ, അവരതനുസരിക്കുന്നൊന്നുമില്ല. നമ്മുടെ സർക്കാർ നമുക്കായി ഉണ്ടാക്കി വെച്ചിട്ടുള്ള നിയമങ്ങൾ ഫലപ്രദമായി പ്രയോജനപ്പെടുത്തേണ്ടത്
നമ്മുടെ ഡ്യൂട്ടിയാ. അതുകൊണ്ട് പഠിക്കാനുള്ള നമ്മുടെ അവകാശം സാധിച്ചെടുക്കാനുള്ള മാർഗം നമ്മൾ തന്നെ കണ്ടെത്തണം. എന്റെ കോളേജിൽ ഒപ്പം പഠിച്ച ഒരാളുണ്ടായിരുന്നു. പ്രായം കൊണ്ട് സീനിയറാ. ഞങ്ങൾ തമ്മിൽ അധികം പരിചയമൊന്നുമില്ല. പക്ഷേ കോളേജിൽ ഒരു വലിയ ചർച്ചാ വിഷയമായിരുന്നു പുള്ളിക്കാരൻ. റിട്ടയർമെന്റ് പ്രായം കഴിഞ്ഞിട്ടും ആവേശത്തോടെ പഠിച്ച് പലതരം ഡിഗ്രികൾ കരസ്ഥമാക്കിയ ആളാണ് അദ്ദേഹം. ഇന്ന് സമൂഹത്തിൽ വളരെ ഉന്നതമായ പദവി അലങ്കരിക്കുന്ന ആളാണ് അദ്ദേഹം. പേര് കേട്ട ഒരു കരിയർ കൺസൾട്ടന്റ് ആണ്. 3-4 വലിയ സ്കൂളുകളുടെ ട്രസ്റ്റിയാണ്. വിദേശ യൂണിവേഴ്സിറ്റികളടക്കം ഡോക്ടറേറ്റ് നൽകി ആദരിച്ചിട്ടുള്ള മനുഷ്യനാണ്. പുള്ളി വലിയൊരു സംഭവമാണെന്ന് മനസ്സിലായി. ഇന്ന് ഈ സുധാമണിയിൽ കാണുന്ന ആ ഫയർ ഉണ്ടല്ലോ, പഠിക്കാനുള്ള ഒടുങ്ങാത്ത ആഗ്രഹം, അതാണ് ആ മനുഷ്യനെ ഇത്രയും ഉന്നത പദവിയിൽ എത്തിച്ചത്. ജീവിതത്തിന്റെ 3-ാം പകുതിയിൽ ആ മനുഷ്യനെ കൊണ്ട് ഇത്രയൊക്കെ സാധിച്ചെങ്കിൽ അതിന്റെ പരിസരത്തൊക്കെ എത്താൻ ഈ പ്രായത്തിൽ സുധാമണിക്കും സാധിക്കുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും ഒന്ന് നേരിട്ട് കാണാൻ കഴിഞ്ഞാൽ സുധാമണിയുടെ പ്രശ്നത്തിനൊരു പരിഹാരം നിർദ്ദേശിക്കാനും മാർഗനിർദ്ദേശം നൽകാനും അദ്ദേഹത്തിന് സാധിക്കും. എന്തെന്നാ അവരുടെ പേര്? ഡോക്ടർ വിശ്വനാഥ പൊതുവാൾ. വിശ്വനാഥ പൊതുവാൾ. ഇന്റർനെറ്റിനോട് എന്ത് ചോദിച്ചാലും മറുപടി തരുന്നല്ലേ ബാലു പറഞ്ഞ്. വിശ്വനാഥൻ സാറിനെ പറ്റി ചോദിച്ചാ എന്തെങ്കിലും വിവരം കിട്ടുമോ? ബാലു ഓഫീസിൽ പോകുന്നതിന് മുമ്പ് ലാപ്ടോപ്പിലൊന്ന് ശ്രമിച്ചു നോക്കിയാലോ? ആഹാ, കൊള്ളാലോ. അമ്മ ഇത് എന്തിനുള്ള പുറപ്പാടാ? എന്തേ, കാറ്ററിംഗ് ഓൺലൈൻ ആക്കാനുള്ള പരിപാടിയാണോ? ഒന്ന് പോടാ. ഒരു പുതിയതരം അച്ചാറുണ്ടാക്കാനുള്ള വീഡിയോ നോക്കുക. ഇന്നലെ മഞ്ജുള എന്നോട് പറഞ്ഞു ഇന്റർനെറ്റിലുണ്ടെന്ന്. സൂപ്പർ. അതിന്റെയും കൂടി ഒരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ. അമ്മേ, വേഗം അടുക്കളയിലേക്ക് ചെല്ല്. എന്തോ കരിഞ്ഞ മണം വരുന്നുണ്ട്. അങ്ങനെ കരിയാനായിട്ട് ഞാനൊന്നും അടുപ്പത്ത് വെച്ചിട്ടില്ലല്ലോ. അതുമല്ല, അത് ഭക്ഷണം കരിഞ്ഞ മണമല്ലല്ലോ. അയ്യോ, എന്റെ ദൈവമേ, ഷർട്ട്! എട്ടിന്റെ പണിയായി പോയല്ലോ. ദൈവമേ, അയ്യോ. ഇന്ന് ജഗ്ഗുന്റെ കാര്യം ഒരു തീരുമാനമാവും. ആ മാർത്തണ്ഡൻ പിള്ള ഇന്ന് അവനെ കൊല്ലും, ഉറപ്പാ. എടാ, ഈ വിശ്വനാഥൻ സാർ ആളെങ്ങനെയാ നിനക്കറിയോ? സാറ് ഡിഫറെന്റ് ആയിട്ട് ക്ലാസ് എടുക്കുന്ന ഒരാളാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. 10ാം ക്ലാസ്സിലെ എല്ലാ ആഴ്ചയിലും പുള്ളിയുടെ 1 അവർ ഉണ്ടാവുന്നാ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കും. ഗുഡ് മോർണിംഗ്. സിറ്റ്. ഇന്ന് നിങ്ങളുടെ 10ാം ക്ലാസ്സിലെ ആദ്യ ദിവസമാണ്. അക്കാദമിക് സിലബസിലേക്ക് കടക്കുന്നതിന് മുമ്പ് സിലബസിന് പുറത്തുള്ള കുറച്ച് പാഠങ്ങളെ കുറിച്ചാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കുന്നത്. വളരെ സിമ്പിളായ ഒരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കാൻ പോവാണ്. ആരാണ് നിങ്ങളുടെ ഫേവറേറ്റ് ടീച്ചർ? ഗ്രീസി ടീച്ചർ. ഓക്കെ. ടീച്ചറെ ഇഷ്ടപ്പെടാൻ എന്താണ് കാരണം? ടീച്ചർ നല്ല സ്നേഹത്തോടെ പഠിപ്പിക്കാൻ, ഒരിക്കലും വഴക്കു പറയില്ല. And you? ശ്രീലക്ഷ്മി ടീച്ചർ ഹോംവർക്ക് തരികയില്ല. ജോർജ് സാറിനെ എനിക്കിഷ്ടം. സാറിന്റെ ക്ലാസ് ഭയങ്കര ഫൺഫിൽഡ് ആണ്. And you? പത്മ മാം. മാമിന് ഭയങ്കര ഡ്രസ്സിംഗ് സെൻസാ. ഓഹോ. സാറിന്റെ ഫേവറേറ്റ് ടീച്ചർ ആരാ? എന്റെയോ? What's your name? മീനാക്ഷി കൃഷ്ണമൂർത്തി. Well, thank you for that question. Sit down. എന്റെ ഫേവറേറ്റ് ടീച്ചർ എന്റെ അമ്മയാണ്.